എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ പപ്പ മുറ്റം കഴുകി വഴി വരെ കഴുകി വഴി നമ്മുടെ ആ ഒരു ഫ്രണ്ടിലെ ഭാഗങ്ങളെല്ലാം കഴുകിയിട്ട് കേട്ടോ. കാരണം നല്ല പൊടിയാണ്. അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് കഴുകിയൊക്കെ കളഞ്ഞിട്ടാണ് പപ്പ അകത്തേക്ക് വരുന്നത്. ഇപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞ് എന്നെ കാണാതെ എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ യൂട്യൂബ് വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് മാത്രം ഇഡലി ബാറ്റർ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരാൾക്ക് പോലും തികയൂല. എങ്കിൽ തന്നെയും ഞാൻ വിചാരിച്ചത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ അഗാരോൻ്റെ മൾട്ടിക്കെറ്റിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാമെന്ന് വെച്ചു. കാരണം ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇഡ്ഡലി ബാറ്ററൊക്കെ വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ഇഡ്ഡലി ബാറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷേപ്പ് ഇഡ്ഡലിയുടെ ആയിരിക്കില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഇഡ്ഡലി ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇതിനകത്തേക്ക് അത് ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെച്ച്. പിന്നെ ഇത് പപ്പക്കൊന്നും താല്പര്യമില്ല, പിന്നെ എല്ലാവർക്കും ഉള്ളതുമില്ല. അതുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കുന്നുണ്ട്, പുട്ടും പരിപ്പേറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപ്പേറി കൂട്ടിയിട്ട് ഈ ഒരു ഇഡ്ഡലി കഴിക്കാനും എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചട്നി ഉണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ കൊണ്ട് തന്നെയും നമ്മളുടെ ഈ ഒരു ഇഡലി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി വരും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വട്ടയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി അത്യാവശ്യം ഒന്ന് ബാറ്റർ കലക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ വലിയ സ്റ്റീമറൊന്നും പൊക്കിയെടുത്ത് കയറ്റേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് എടുത്തത്. കാരണം സ്റ്റീമറിലല്ലേ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുക. അപ്പോൾ അത്രയും വലിയ സ്റ്റീമറൊക്കെ എടുത്ത് വെച്ച് അതിൽ ഇഡ്ഡലി ഉണ്ടാക്കി പിന്നെ ആ സ്റ്റീമർ കഴുകുക, തട്ട് കഴുകുക, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചതായാലും ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ആ വീട്ടിലേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ സ്റ്റീമർ വെക്കുന്നതിനേലും കുറച്ചും കൂടി വേഗം ഇതിൽ ആകുകയും ചെയ്യും. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ പാത്രങ്ങളില്ല, ഗ്യാസ് ഇല്ല, ഇൻഡക്ഷൻ കുക്കറില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നിയാൽ ഇതുപോലെ ഇപ്പോൾ വട്ടയപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ വട്ടയപ്പം, ഇപ്പോൾ നമുക്ക് പാലപ്പത്തിൻ്റെ മിക്സൊക്കെ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. അതൊന്ന് ഇത്തിരി വെള്ളത്തിൽ കലക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം പാലപ്പത്തിൻ്റെ മിക്സ് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമല്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ കേക്ക് ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വെറുതെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഈ ബൗളിൽ തന്നെ മിക്സ് ചെയ്യാതെ അങ്ങനെ തന്നെ വെച്ചുണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ ഒരു സാധനമൊക്കെ അങ്ങോട്ട് തീർന്ന് അതവിടെ ഞാൻ മാറ്റി വെച്ച്. പിന്നെ പുട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ചധികം മുളക് മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിന്ന് എല്ലാ മുളകും മുരിച്ചത് ഞാൻ പരിപ്പ് കറിക്കകത്തേക്ക് ഇടൂല, കുറച്ച് ഞാൻ എടുത്ത് വെക്കും. കാരണം ഇന്നിപ്പോൾ പപ്പക്ക് പരിപ്പ് കറി മാത്രമേ ഉണ്ടാവുകയുള്ളൂ രാത്രി വരെയും. അപ്പോൾ ഈ ഒരു മുളക് മുരിച്ചതും കൂടി സൈഡിലുണ്ടെങ്കിൽ പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് മുളക് മുരിച്ചത് ആ ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ഇന്ന് ചോറുണ്ട്, അത്യാവശ്യം ഈ പരിപ്പ് കറി രാവിലെ വെക്കുന്നതും ഉണ്ടാവും. അപ്പോൾ പപ്പക്കാണെങ്കിൽ പരിപ്പ് കറി ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ വേറൊരു കറി ഞാൻ വെക്കുന്നത് ചിക്കൻ കറിയാണ്. അത് ഏതായാലും പപ്പ കഴിക്കില്ല. അപ്പോൾ ചിക്കൻ കറി വെക്കുന്നത് കൊണ്ട് ഈ അത്യാവശ്യം ചോറും ഉണ്ട് പപ്പക്ക്, എനിക്കും കഴിക്കാനുള്ള ചോറുണ്ട്. അപ്പോൾ റയന് ചപ്പാത്തിയും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഇന്ന് വെക്കാൻ പോണത്. അപ്പോൾ ഈ പരിപ്പ് കറി രാത്രി വരെയും പപ്പ കഴിച്ചോളും. വേറൊരു കറി ഇനി ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം. അപ്പോൾ ഏതായാലും സവാള മൊരിയിക്കുന്ന സമയത്ത് കുറച്ചധികം സവാള തന്നെ ഞാൻ കട്ട് ചെയ്ത് മൊരിയിച്ചിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും അത് പരിപ്പ് കറിടത്തേക്ക് കുറച്ചെടുത്തിട്ട് അങ്ങനെ തന്നെ മൊരിഞ്ഞ സവാള കഴിക്കാൻ വേണ്ടിയിട്ട് അത് പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാത്രി വരെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. പപ്പക്ക് അങ്ങനെ ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. റയനപ്പോൾ ഞാൻ ഏതായാലും ഈ ചിക്കൻ ഏതായാലും ഇപ്പോൾ ഓർഡർ ചെയ്ത സ്ഥിതിക്ക് അതിനകത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് തണുപ്പൊന്നും മാറ്റാൻ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് നിന്ന് തന്നെ ഏതായാലും എടുത്ത് അങ്ങനെ ചിക്കൻ കറിയും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ചിക്കൻ കറിയാണ് വെക്കണത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും വരുവാകും. അത് ഭയങ്കര ചൂടാണല്ലോ, നിൽക്കാനേ പറ്റില്ല കിച്ചണിൽ. അപ്പോൾ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് വിളിച്ചോ, ഞാൻ വന്നോളാന്ന്. അപ്പോൾ ഞാൻ ആദ്യം റൂബി കുഞ്ഞിനാണ് കേട്ടോ വേവിക്കാൻ വെച്ചത്. അവർക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചിക്കനും വേവിക്കാൻ വെച്ച്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഈ ചിക്കൻ മേടിക്കുന്ന അന്നത്തെ ദിവസം റൂബിക്ക് ഭയങ്കര ഹാപ്പിയുള്ള ദിവസമാണ്. കാരണം അതിനകത്ത് ചിക്കൻ്റെ 2 കരളും വട്ടും കരളും ഉണ്ടാകും. പിന്നെ അത് 2 സാധനങ്ങളും എടുത്ത് 2 ചിക്കൻ്റെയും എടുക്കും. പിന്നെ ലെഗ് പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലെഗ് പീസിനകത്ത് നിന്ന് ഒരെണ്ണം അതിടും. ഇപ്പോൾ റയൻ ഉള്ളതുകൊണ്ട് തന്നെ റയന് ഞാൻ ലെഗ് പീസ് കൊടുക്കും. റയൻ മാത്രമാണ് ഈ വീട്ടിൽ ലെഗ് പീസ് കഴിക്കുന്ന ആൾ, വേറെ ആരും കഴിക്കില്ല. റോജറിനും അത്ര വലിയ താല്പര്യമില്ല, എങ്കിലും കഴിക്കും. റിച്ചാർഡ് ഞാനും തൊടില്ല. ലെഗ് പീസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ തന്നെ ആർക്കെങ്കിലും കൊടുക്കും, ഞങ്ങൾ 2 ആളും കഴിക്കില്ല. അപ്പോൾ റയനാണ് ഈ എല്ലൊക്കെ തിന്നുന്ന ആൾ. അതുപോലെ മീനിൻ്റെ മുള്ള് ഇതെല്ലാം റയൻ കടിച്ച് പറിച്ച് കഴിക്കും കേട്ടോ. മീനിനൊന്നും കറി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മുള്ളൊന്നും വേസ്റ്റൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിലിങ്ങനെ വേസ്റ്റിനൊരു ഡിഷ് എന്ന് പറഞ്ഞിട്ട് വെക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല.
അങ്ങനെ പ്രത്യേകിച്ച് വേസ്റ്റൊന്നും കളയത്തക്ക രീതിയിലുള്ളതൊന്നും ഉണ്ടാകുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് വളരെ എളുപ്പമാണല്ലോ, പൊടി ഇടുക, ആ ഒരു വെള്ളത്തിൻ്റെ കണക്ക് കറക്റ്റായിട്ടൊന്ന് ആയിക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി അഥവാ നമുക്ക് വെള്ളത്തിൻ്റെ കണക്ക് കറക്റ്റ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് പതിയെ നിർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വെള്ളം കൂടുതലാണോ കുറവാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പോരെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ വെള്ളം കൂടിപ്പോയെന്ന് വിചാരിച്ചാൽ ഒരിത്തിരി പൊടി ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും അത് കറക്റ്റായിട്ട് വരും. പിന്നെ ഏറ്റവും അവസാനം ഇത് ആയി വരുന്ന സമയത്താണ് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ വെള്ളത്തിൽ എണ്ണ അങ്ങനെ ഇടാറില്ല. അപ്പോൾ ഈ അവസാന സമയം വന്നിട്ട് അത് പെട്ടെന്ന് തന്നെ മിക്സായിട്ട് വരും. ഇപ്പോൾ നമ്മൾ കൈ കൊണ്ട് കുഴക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്കും ഇത് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിക്സായിട്ട് വരും എല്ലാം കൂടി. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇതും എണ്ണ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 2-3 മിനിറ്റ്, 3 മിനിറ്റിൻ്റെ അപ്പുറത്ത് വേണ്ട, 3 മിനിറ്റ് ഇത് നല്ലതായിട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അങ്ങനെ തന്നെ അതിൻ്റെ ആ ഒരു ഹുക്ക് അഴിച്ച് മാറ്റി വെക്കാം ആ പാത്രത്തിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അങ്ങനെ നമ്മളുടെ മാവ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പിലേക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ സവാള കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ആ സവാള ഒന്ന് പീൽ ചെയ്തെടുത്തിട്ട് വേണം ഒന്ന് ചോപ്പ് ചെയ്തൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വേഗം ചോപ്പ് ചെയ്യാനുള്ള മാർഗ്ഗമുള്ളതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് സവാളയൊക്കെ വേഗം അങ്ങോട്ട് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ കട്ടിംഗ് ബോർഡ് അധികം എടുക്കാറില്ല. നീളത്തിൽ സവാള അരിയണമെങ്കിൽ മാത്രമാണ് കട്ടിംഗ് ബോർഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് സ്റ്റാൻഡ് മിക്സർ എപ്പോഴും ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് തുടച്ച് വെക്കണം. കാരണം അതിൻ്റെ അടിവശത്തൊക്കെ ചിലപ്പോൾ മാവ് ഇങ്ങനെ ഇത് പൊടിയൊക്കെ തെറിച്ച് വീണിട്ടുണ്ടാവും. അപ്പോൾ അടിവശമൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ട് വെക്കണം. പിന്നെ ഇനി ചോപ്പർ എടുത്ത് അപ്പോൾ റയനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചോപ്പ് ചെയ്ത് തരുവാന്ന് ചോദിച്ചു. അപ്പോൾ റയൻ പറഞ്ഞു, ഞാൻ മമ്മി ഞാൻ ചോപ്പ് ചെയ്ത് തരാം. അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പം തന്നെ ഓടി വരും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് സവാള അധികം ഉണ്ട്, അപ്പോൾ അത് 2-3 തവണ കൊണ്ട് ഒന്ന് ചോപ്പ് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ലിഡ് വെക്കാൻ മറന്നുപോയി. ആ ലിഡ് വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ് ആകില്ല, വർക്കാവില്ല. ലിഡ് വെച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ ആ ഒരു സംഭവം അതിൽ അമർന്നാണ് നമുക്ക് ചോപ്പിങ് ചെയ്യാൻ പറ്റുക. ലിഡ് വെച്ചില്ലെങ്കിൽ അത് അമരൂല. അതുകൊണ്ട് പ്രോപ്പറായിട്ട് അടച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് അമരൂല, വർക്ക് ചെയ്യൂല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറേ നാളായിട്ട് ഞാനിത് കയ്യിൽ കിട്ടിയ സമയത്ത് ചാർജ് ചെയ്തതാണ് കേട്ടോ. ചാർജ് ചെയ്തിട്ട് ഇതുവരെയും ഇത് പിന്നെ ഒന്നും ചാർജ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഒരുപാട് തവണയില്ലേ ഉപയോഗിക്കണം. അതാണ് നമ്മൾ അതുപോലെ തന്നെ കേട്ടോ. ഇവരുടെ ബ്രഷ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ബ്രഷില്ലേ. അതും ഞാനിത് കൊണ്ടുവന്ന സമയത്തൊന്ന് ചാർജ് ചെയ്ത് കിട്ടിയ സമയത്ത് ചാർജ് ചെയ്ത് ഇപ്പോൾ മാസങ്ങളായില്ലേ ഞാനത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ചാർജും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ചധികം നാളത്തേക്ക് ചാർജ് നിൽക്കുന്നുണ്ട്. ചാർജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 3/4 മണിക്കൂറോളം ഇത് ചാർജ് ചെയ്യണം. എന്നാൽ നമുക്ക് കുറേയധികം നാളത്തേക്ക് അത് ഉപയോഗിക്കാം, ചാർജ് ഉണ്ടാവും. അതിപ്പോൾ ഉപയോഗിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ എല്ലാം ചോപ്പ് ചെയ്ത് കേട്ടോ. പിന്നെ ഏറ്റവും അവസാനം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചോപ്പ് ചെയ്ത് തന്നിട്ട്. അപ്പോൾ റയനിങ്ങനെ ഗ്രേവിയുടെ അകത്ത് ഇതൊന്നും കടിക്കണതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ചെയ്താൽ മതി എന്നാണ് എൻ്റെ അടുത്ത് പറയണത്. പക്ഷേ എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു രുചി വ്യത്യാസം വരണത് എനിക്ക് അത്ര ഇഷ്ടമല്ല. എങ്കിലും ഇവൻ പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പം പിന്നെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തേക്കണത്. അപ്പോൾ അങ്ങനെ ഒരു രുചി വ്യത്യാസം വരെയില്ല. അന്ന് അത് നന്നായിട്ട് വെന്തലിഞ്ഞിട്ട് അങ്ങനെ കടിക്കുകയില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് ചോപ്പ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ചധികം സവാളയും ഉണ്ട്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചേ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ കിടന്നിട്ട് അത് വഴറ്റിയെടുത്ത് മസാലയൊക്കെ ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷം സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ചിക്കനും ഇതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമെന്ന് വെച്ച്. നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇതുപോലെ വഴറ്റുമ്പോൾ എന്തായാലും പാത്രത്തിൻ്റെ അടിവശത്തൊക്കെ ഒരു കളർ ചേഞ്ച് വരും. കഴുകുമ്പോൾ പോയിക്കോളും. കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ എല്ലാം പോയിട്ട് കറിയൊന്നും ഇല്ലാതിരിക്കും കേട്ടോ. പക്ഷേ ആ സമയത്ത് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്ത് അപ്പോൾ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ചെയ്യുമ്പോൾ അങ്ങനെ കളർ ചേഞ്ചൊന്നും വരില്ലല്ലോ, വന്നാലും അറിയുന്നില്ല, ഇരുമ്പിൻ്റെ കറുത്ത കളറിലിരിക്കണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ തന്നെ ഞാനങ്ങോട്ട് വഴറ്റി. അപ്പോൾ ആ സമയത്ത് ഇത്തിരി മൈദപ്പൊടിയൊക്കെ തൂവിയിട്ട് നമ്മുടെ ചപ്പാത്തി ബോൾസുകളെല്ലാം തമ്മിലൊട്ടാതിരിക്കാൻ അതിനകത്ത് തന്നെ ഇട്ട് വെക്കണം കേട്ടോ. എല്ലാം കൊണ്ടും ആ ഒരു ബൗൾ വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് അതിൽ തന്നെ ഇങ്ങനെ കുഴച്ച് വരികയും ചെയ്യും, അതിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ അതവിടെ റെഡിയാക്കി. ഇനിയിപ്പോൾ ഇതിനകത്ത് മസാലകളൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ ചപ്പാത്തി പരത്താൻ നിൽക്കുകയുള്ളൂ, കറിയാക്കി വെച്ചതിന് ശേഷം.
അപ്പോൾ ചിക്കൻ അവിടെ ചെറിയ തീയിൽ വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. കാരണം ആ പാത്രത്തിലേക്ക് നമ്മൾ പച്ച ചിക്കൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോര വെള്ളം കൊണ്ട് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ അത് വേണ്ടല്ല. അപ്പോൾ തീ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോര വെള്ളം ഒഴുകൂല. പിന്നെ അതങ്ങനെ ഇത് പതിയെ ഒന്ന് ചൂട് കയറി ഇരിക്കുകയും ചെയ്യും. ഇതങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും പിന്നെ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ അതിനകത്ത് വെറുതെ ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഇത്തിരി തക്കാളിയും കൂടിയിട്ട് അതും കൂടി വഴറ്റി ഇനി അപ്പുറത്തെ ചിക്കൻ്റെ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചിക്കൻ അതിനകത്തിരുന്ന് വെന്തോളൂ. ആ സമയത്ത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ കറി കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏറ്റവും അവസാനം ഇത് ഇറക്കുന്നതിന് മുൻപ് ഇത്തിരി തേങ്ങാപ്പാലും കൂടി ചേർത്തൊന്ന് ചൂടാക്കിയിട്ട് ഇറക്കാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ തേങ്ങ എടുത്തിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പാല് പിഴിഞ്ഞിട്ട് അതും കൂടി ഏറ്റവും അവസാനം, ആദ്യം തന്നെ ഒഴിക്കില്ല, നമ്മൾ ഇറക്കണ സമയത്തിന് മുൻപാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കണത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ റയനെ വിളിച്ചിട്ടുണ്ടാകുന്നില്ല. പക്ഷേ ചപ്പാത്തി ആദ്യത്തെ 2 ചപ്പാത്തി ഉണ്ടാക്കി. ആ സമയത്ത് അതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് അവൻ വേഗം വന്നിട്ടാ മമ്മി എന്താ എന്നെ വിളിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഭയങ്കരമായിട്ട് ചൂടാണ്, അവനൊക്കെ ഭയങ്കര ചൂടും കൂടുതലാണ്, ഉരുകിയാണ് ഇരിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണിൽ വിളിച്ചത് നിർത്തണ്ടല്ല, നമുക്കൊക്കെ പിന്നെ ഇത് ശീലമായി കഴിഞ്ഞ്. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചില്ല. എങ്കിലും അവൻ വന്ന് നിന്നിട്ട് അതെല്ലാം ചെയ്ത് തന്നിട്ടാ. അപ്പോൾ ആദ്യം ഒന്ന് ആ മസാലയിൽ ചിക്കനിട്ട് നല്ല രീതിയിലൊന്ന് മറിച്ച് കൊടുത്തിട്ടാണ് ഈ നമ്മുടെ കടായി കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചിട്ട്. അപ്പോൾ വെള്ളം ഇത്തിരി കൂടുതലാണ് ഒഴിച്ചേക്കണത്. നമുക്ക് ചാറ് കുറച്ച് വേണം, ചപ്പാത്തിയിൽ മുക്കാനായിട്ടുള്ള ഒരു ചാറ് വേണമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഇത്തിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത്തിരി തേങ്ങാപ്പാലും കൂടി ഒഴിക്കുമ്പോഴത്തേക്ക് ഒന്ന് കുറുകി ഒന്നുകൂടി വരുമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം റെഡിയാക്കി പിന്നെ ചപ്പാത്തി ഇതേ പരത്താൻ തുടങ്ങിയിട്ടുണ്ട്. മനുഷ്യരായ നമുക്ക് എല്ലാവർക്കും ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് സ്ഥിരം ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിൻ്റെ ഇടയിൽ ബോണസ് പോലെ കിട്ടുന്ന കുറച്ച് സന്തോഷങ്ങൾ, ആ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദുഃഖങ്ങൾ എല്ലാം ചവിട്ടി മറിച്ച് എങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ സന്തോഷത്തിനെ തേടിയിട്ടാണ്. ശരിക്കും അങ്ങനെ തന്നെയാണ് നമ്മളുടെ ജീവിതം. പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന, നമ്മളുടെ നോട്ടത്തിൽ അവർ എല്ലാം തികഞ്ഞവരാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അവരിലേക്കടുത്ത് അവരുടെ വിഷമതകൾ അവർ ഓപ്പണായിട്ട് നമ്മളുടെ അടുത്ത് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവരെക്കാളും എത്ര ഭേദമാണ് നമ്മളുടെ ലൈഫ് എന്നുള്ളത്. ചില കാര്യങ്ങളൊക്കെ ആളുകൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്ന രീതിയിലുള്ള ദുഃഖങ്ങളുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഒരു രോഗാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും, അവിടെ ഒരു രോഗാവസ്ഥയിലൂടെ ഒരു വിഷമത്തിൽ കടന്നു പോവുക എന്നുള്ളത്. പക്ഷേ ഈ രോഗം ശരീരത്തിനല്ല മനസ്സിൽ പിടികൂടിയ ആളുകളുണ്ട്. അത് നമുക്കൊരിക്കലും തിരിച്ചറിയാൻ സാധിക്കില്ല. അതൊരു കുടുംബത്തിൽ ഈ രോഗം മനസ്സിനെ പിടികൂടിയ ആളുകൾ തമ്മിൽ അവരുടെ ലൈഫ് എന്തായിരിക്കുമെന്ന് നമുക്ക് അവർ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുക. അയ്യോ, ഇത്രയും വലിയ തീക്കനലിൻ്റെ മീതയിലാണ് ഇവർ ചവിട്ടി നിന്ന് ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോവും. എനിക്ക് അങ്ങനെ അനുഭവങ്ങളല്ല, പരിചയക്കാരിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അതായത് നമ്മൾ ഏതൊരു കോണിലൂടെ അവരെ നോക്കിയാലും അവർക്ക് 100% എല്ലാം ഓക്കെ, എല്ലാം സന്തോഷമാണ്, പണവും സന്തോഷങ്ങളും എല്ലാം എങ്ങനെ നോക്കിയാലും നമുക്കൊരു കുറവ് അവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല. പക്ഷേ ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് ചില്ലറ സംഭവമല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. നമ്മൾക്കൊരു അസുഖങ്ങൾ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ശരീരത്തിന് മാത്രമാണ്. പക്ഷേ ഈ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളെന്ന് പറയുന്നതില്ലേ, അത് ചില്ലറ കാര്യമല്ല. ഇപ്പം ശരീരത്തിനാണ് അസുഖമെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും, ആ വയ്യ, മരുന്ന് മേടിക്കണം, മരുന്ന് മേടിച്ച് അസുഖം മാറ്റണം എന്നുള്ളത്. പക്ഷേ ഈ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ, വൈകല്യങ്ങൾ, ഇതൊക്കെ ഒരാളും മനസ്സിലാക്കാതെ, അത് ഉള്ളവർ പോലും അത് മനസ്സിലാക്കാതെ അതിൽ ജീവിതം നശിപ്പിക്കുന്നു. ആ ഒരു പ്രശ്നം മനസ്സിൽ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ അങ്ങനെ കൊണ്ട് നടക്കുന്നു. അങ്ങനെ കുടുംബം നശിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വഴിയിലൂടെ അലഞ്ഞു നടക്കുന്ന മാനസിക വിഭ്രാന്തിയുള്ള ആളുകളെ പോലെ ഉള്ള മനസ്സെന്നല്ല പറയണത്. മറ്റു പല മാനസിക വൈകല്യങ്ങളും ആളുകൾക്കുണ്ട്. ഭർത്താവിനും ഭാര്യയ്ക്കും തമ്മിലുള്ള ഒരുപാട് മാനസിക വൈകല്യങ്ങളുണ്ട്. അതിൽ ഈഗോയും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളുടെ മനപ്രയാസങ്ങളും ഇന്നത്തെ കൊണ്ട് എൻ്റെ ലൈഫ് തീരണേ, എനിക്ക് നാളെ എഴുന്നേക്കണ്ട, ഞാൻ മരിച്ചു പോകണം, നാളത്തെ ഒരു പ്രഭാതം എനിക്ക് വേണ്ട, ഇന്നത്തതോടുകൂടി തീരണം, എനിക്കിനി വയ്യ മുന്നോട്ട് പോകാൻ, ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പ്രാർത്ഥിച്ച് കിടക്കുന്ന വയസ്സുള്ള ആളുകളല്ല, ചെറുപ്പക്കാരാണ് ഉള്ളത്.
അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ കാണുന്ന സന്തോഷമുള്ള ജീവിതം എന്നൊക്കെ പറയുന്നതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കനലിൽ ചവിട്ടി നിന്ന് ജീവിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം എന്നൊന്നും മനസ്സിലാക്കുക. അല്ലാതെ നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കി പോയാൽ നമ്മളൊക്കെ എത്ര ദുരിതത്തിലാണ് എന്ന് വിചാരിക്കുകയേ ചെയ്യേണ്ട. ആ ദുരിതം ഏറ്റവും സന്തോഷമുള്ളതാണെന്ന് അവരുടെ ആ ഒരു ലൈഫിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ സമ്പത്തും സൗകര്യങ്ങളൊന്നും വേണ്ട, സമാധാനപരമായ ഒരു ജീവിതമാണ് വേണ്ടതെന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ജോലികളെല്ലാം തീർന്ന് എല്ലാം ഉണ്ടാക്കിയിട്ടൊക്കെ വെച്ച് റൂബിക്കുള്ള ചിക്കനൊക്കെ കൊണ്ടുവന്ന് റൂബി വേഗം കഴിച്ചിട്ടാ. അപ്പോൾ റൂബി വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ മാറി കിടക്കണേന് കേട്ടോ. തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവളങ്ങനെ തറയിൽ ഇങ്ങനെ സുഖമായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അപ്പം നേരത്തെ തന്നെ ഫുഡ് കഴിച്ച് അങ്ങനെ പപ്പ ബിസ്ക്കറ്റ് അവിടെ ഇരിക്കണ ഈ ഇത് പാക്കറ്റില്ലേ അതൊരെണ്ണം പൊട്ടിച്ചെടുത്ത് കഴിച്ചുകൊണ്ട് പോണേന് കേട്ടോ അങ്ങോട്ട്. അപ്പം ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പോൾ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അധികം മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മുടെ റയൻ ആ കപ്പ് അങ്ങനെ തന്നെ പിടിച്ചേക്കണത് എൻ്റെ അടുത്ത് പറഞ്ഞ് മമ്മി ക്യാമറ മാറ്റുന്നത് വരെ ഞാൻ കപ്പ് മാറ്റാതെ അങ്ങനെ തന്നെ പിടിക്കുമെന്ന്, അവൻ്റെ മുഖം കാണിക്കാതിരിക്കാൻ. അപ്പോൾ അതാണ് ആ കപ്പ് അങ്ങനെ വെള്ളം കുടിക്കണമല്ല, ചുമ്മാ ചുണ്ടത്ത് ഇങ്ങനെ തൊടിച്ച് പിടിച്ചേക്കണ ആൾ. അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ട് കയ്യിൽ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് തുണികളൊക്കെ പുറത്തു നിന്നും തുണി ഉണങ്ങിയതൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതുമൊക്കെ ഒന്ന് മടക്കി വെച്ച്. അപ്പോൾ ഇല്ലേ, ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങളുണ്ടാകുന്നൊന്നുമില്ല, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് അടുത്തൊരു ദിവസത്തെ വീഡിയോ കൂടി ചേർത്തിട്ട് അങ്ങോട്ട് ഇട്ടേക്കാം. കാരണം വീഡിയോക്ക് ലെങ്ത്ത് കുറയുമ്പോഴത്തേക്കും കുറേ പേർക്ക് സങ്കടമാണ്, വേഗം തീർന്നല്ല ഒന്നും കാണിച്ചില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇതേ രണ്ടാമത്തെ പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ കൂടി ചേർത്താണ് വീഡിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ രാവിലെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നല്ലൊരു സന്തോഷമാണ് കേട്ടോ. ഈ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഇല്ലേ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ഒരുപാട് കിളികളാണ് വരണത്. അത് നമ്മളുടെ ഫ്രണ്ടിലുള്ള മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ചില കിളികൾ അവരുടെ ആ പാട്ടൊക്കെ പാടുന്നത്. അപ്പം നല്ല വോളിയത്തിൽ കേൾക്കാം കേട്ടോ. പിന്നെ അവർ അടുത്തടുത്ത കൊമ്പുകളിലേക്ക് അങ്ങോട്ട് മാറുമ്പോൾ അതിൻ്റെ ശബ്ദം കുറഞ്ഞു വരും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ ശബ്ദമൊക്കെ കേട്ട് ആസ്വദിച്ച്, അപ്പോൾ പപ്പ താഴേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ മുറ്റം നനക്കാൻ തുടങ്ങിയിട്ടില്ല. എന്നുണ്ടെങ്കിൽ മുറ്റം കഴുകിയൊക്കെ ഇടാൻ തുടങ്ങും വരുമ്പോൾ തന്നെ. അപ്പോൾ അപ്പൊക്കുള്ള കാപ്പി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് യൂട്യൂബ് വർക്ക് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഒരു 9 മണിയോടുകൂടി അല്ലെങ്കിൽ 8:30 പപ്പയുടെ ഫ്രണ്ട് പപ്പനെ കാണാൻ അവിടെ വരും. അതുകൊണ്ട് തന്നെ പപ്പ ഇപ്പോൾ 9 മണിക്കൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ കഴുകിയിട്ട് ചെല്ലേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 9 മണിക്കൊക്കെ കഴിക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനായിട്ടൊന്നും ഞാൻ ചെയ്തില്ല. പുട്ടും മാത്രം നല്ലതുപോലെ തേങ്ങയും ഒരു ഇത്തിരി പഞ്ചസാര ഇട്ടിട്ടുണ്ടാക്കി. കാരണം എനിക്ക് കറി ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല, വീഡിയോ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കറിയൊന്നും ഉണ്ടാക്കിയില്ല, പഴവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുട്ട് മാത്രം ഉണ്ടാക്കിയതുകൊണ്ട് ഞാനത് കാണിച്ചിട്ടില്ല. അപ്പോൾ പപ്പനെ വിട്ട് കുറച്ച് സാധനങ്ങൾ തീർന്നത് മേടിപ്പിച്ചാണ്. മിക്കവാറും 1-1.5 നമുക്ക് സാധനങ്ങൾ മേടിക്കണം. കുറേ അധികം സാധനങ്ങൾ മേടിച്ച് സ്റ്റോർ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് ഫ്രഷായിട്ട് കിട്ടുകയും ചെയ്യുമല്ല. 1 മാസത്തേക്കൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതിരുന്നിട്ട് പഴകുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയും പിന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ സാധനങ്ങൾ അങ്ങനെ മേടിക്കില്ല, സ്റ്റോർ റൂമൊന്നും നമുക്കില്ല. അപ്പോൾ അതേ കുറച്ച് സാധനങ്ങൾ പച്ചക്കറികളൊക്കെ ഇട്ട് പപ്പ വന്നിട്ട് എല്ലാം എഴുതി കൊടുത്താറുണ്ട്, അല്ലാതെ പപ്പ അങ്ങനെ മേടിക്കില്ല. അപ്പോൾ എഴുതി കൊടുത്താണ്. അപ്പോൾ ഫ്രൂട്ട്സ് മേടിക്കാൻ പറഞ്ഞിട്ട് ഒന്നും കിട്ടിയിട്ടില്ല, അത് പിന്നീട് പോയി മേടിക്കാൻ തുടങ്ങി. പോന്നോട്ടെ മുത്തുവാ എടാ കൊച്ചു പേടിക്കും. മുത്തോടി വാ കൊച്ചു രക്ഷപ്പെട്ടാ കേറണ കാണണം. ചോദിക്കട്ടെ മിണ്ടല്ലേ പൊന്നപ്പേ, എന്താണ്ടപ്പോ കൊച്ചിന് കയറ്റിയില്ലേ അവൻ? കേട്ടോ പരാതി പറഞ്ഞു കേട്ടാ. കൊച്ചിനെ കളിപ്പിക്കണവൻ അല്ലേ, കൊച്ചിനെ ഒരുമാതിരി കളിപ്പിക്കലല്ലേ പൊന്ന അല്ലേപ്പാ. കൊച്ചിന് കപ്പിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, പപ്പയെ കളിയാ വിടാം. ഇത് നമുക്ക് പ്രാർത്ഥനയിലും വിടാൻ കൊള്ളാം. ഒരാൾക്ക് മാത്രം. പപ്പക്ക് മാത്രം മതിയല്ല. വാതിലോർക്കടാ.
മനസ്സിലായി. ആ ഓക്കെ ഓക്കെ. ഇവിടെയൊക്കെ പൊടിയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറി വന്നേക്കണേ. ആ പൂതൽ പാട്ടണം, പാട്ടണോ അല്ല തുറക്കണം. ആ ആരാണിപ്പോൾ അവിടെ മിക്സർ മെഷീൻ കറങ്ങിക്കൊണ്ടിരിക്കണം. ആരാണമ്മ? ഒരു സന്തോഷമാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാലല്ലേ. അവിടെ ആളുണ്ടെന്നാ പറയണത്. പൂത്തിര മൊയ്ച്ചാ പൂത്തിര മൊയ്ച്ച കുഞ്ഞി അവിടെ കൊച്ചു പൂത്തിര മൊയ്ച്ചടാ. അങ്ങനെ ഒരു കരച്ചിൽ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പുട്ടും ഉണ്ടാക്കി ചോറും വെച്ച്. ഈ 2 കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമുക്ക് തലേദിവസത്തെ മീൻ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, ഫ്രിഡ്ജിൽ ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ കറിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും മുകളിൽ വന്ന് ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി ചയച്ച് വെക്കണം. കാരണം പപ്പ ഒരുപാട് കിടന്ന് പണിയെടുത്ത് നടു ഓടിച്ചുകൊണ്ടിരിക്കണേ. എനിക്കും ഒരുപാട് പണി താഴെയുണ്ട്. അപ്പോൾ എനിക്ക് പപ്പനെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല എന്ത് തന്നെ ആയാലും. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് എന്ത് തന്നെ ആയാലും പപ്പനെ ഹെൽപ്പ് ചെയ്യണം. കാരണം പപ്പ ഒറ്റക്ക് തന്നെയാണ് എല്ലാം മുകളിൽ ചെയ്യണത് കേട്ടോ. അപ്പം ഞാനുണ്ടെന്നുണ്ടെങ്കിൽ റയനും കൂടി വന്നിട്ട് എല്ലാം ചെയ്യും. അപ്പം ഞാൻ റയൻ്റെ അടുത്ത് പറഞ്ഞിടാം, പപ്പ കുറേ അധികം ദിവസമായിട്ട് മുകളിലത്തെ ജോലികൾ ഒരുപാട് ചെയ്ത് ഒറ്റക്ക് ടയേർഡാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും പപ്പനെ ഹെൽപ്പ് ചെയ്ത് ഇന്നത്തെ കൊണ്ട് ഇവിടുത്തെ എല്ലാം ഒതുക്കി പെറുക്കി വെച്ച് കൊടുക്കണം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ റയനെയും വിളിച്ച് മുകളിൽ വന്നത്. അപ്പം നമ്മുടെ 2 വാക്യൂം ക്ലീനറും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം കാശ് കൊടുത്ത് മേടിച്ച വാക്യൂം ക്ലീനർ ഇപ്പോൾ ഉപയോഗിക്കണില്ല, അത് മാറ്റി വെച്ചേക്കണേ. ഇപ്പം നമുക്ക് കിട്ടിയതാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആ ചെറുതും വലുതും 2 കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ സാധനങ്ങൾ മൊത്തത്തിൽ പൊടിയിൽ മൂടി കിടക്കണേണ് കേട്ടോ. ഇതിൽ കവർ ചെയ്തൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് മേടിച്ച് കവർ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും അതിലൂടെ പൊടി എന്തായാലും കയറും. അങ്ങനെ പൊടി ഒരുപാട് പൊടിയാണ്. അപ്പോൾ നമ്മളുടെ മരസമ്മാനങ്ങൾ കംപ്ലീറ്റ് വെള്ളം മുക്കി തന്നെ തുടക്കണം, നിറയെ പൊടിയാണ്. പിന്നെ നമ്മുടെ കുഷ്യനുകളെല്ലാം വാക്യൂം ക്ലീൻ ചെയ്യണം. പിന്നെ ബെഡൊക്കെ നമ്മുടെ പഴകിയിട്ടാ, എങ്കിൽ തന്നെയും നമുക്ക് അങ്ങനെ ബെഡൊക്കെ എറിഞ്ഞ് കളയാൻ പറ്റൂലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വാക്യൂം ചെയ്തെടുക്കണം. ഇപ്പോൾ റിച്ചാൻ്റെ റൂമിലേക്ക് ഇനി പുതിയ ബെഡൊക്കെ ഇരിക്കുള്ളൂ മേടിക്കുക. നമ്മൾക്ക് ഇപ്പം പുതിയ ബെഡിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ചിലത് ബെഡിൻ്റെ ഷീറ്റ് കവർ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പൊട്ടിയതിനൊക്കെ കുറേ നാൾ മുൻപ് പല പൊട്ടിയ ബെഡുകൾക്കൊക്കെ ഞാൻ കവറുകൾ തുന്നിയിട്ടിട്ടുണ്ടായിരുന്നു. മേടിച്ചിടുന്ന കവറെന്ന് പറഞ്ഞത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞങ്ങോട്ട് പോകും. അത് മറ്റേ തുണിയുടെ അല്ലാത്ത ടൈപ്പില്ല, അത് വേഗം പൊടിഞ്ഞു. അത് പണ്ട് ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. എനിക്കതൊട്ടും തന്നെ ഇഷ്ടമല്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പൊടിയണതുകൊണ്ട് തുണിയുടെ ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കിടന്നോളും. അപ്പോൾ നമ്മുടെ കയ്യിലെ ബെഡ്ഷീറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് കവറൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു കവർ അത്യാവശ്യം ഉണ്ടാക്കിയെടുക്കണം. ഒരെണ്ണത്തിൻ്റെ ബെഡിൻ്റെ അതൊക്കെ പൊട്ടിയിട്ടുണ്ട്, കവർ ഇങ്ങനെ കീറിപ്പോയിട്ടുണ്ട് തുണി പഴകിയിട്ട്. അപ്പോൾ അതിനൊരു കവറൊക്കെ ചെയ്യണം, അത് സാവധാനം ചെയ്യാം. ഇതേതായാലും ഒതുക്കി വെക്കേണ്ട സ്ഥലത്തേക്കൊക്കെ ഒന്ന് വെക്കണം. അപ്പോൾ ഞാനും റയനും കൂടിയിട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പപ്പയാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കുറേ ഐറ്റംസ് ഇങ്ങനെ പൊക്കിയെടുത്ത് താഴേക്ക് കൊണ്ടുപോയി വേസ്റ്റിൽ കൊടുക്കാനുള്ളതും കത്തിക്കാനുള്ളതൊക്കെ വേർതിരിച്ചെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 പേരും ഒരുപോലെ നിന്നങ്ങോട്ട് പണിയെടുത്ത് ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയോടുകൂടി ഞങ്ങൾ മുകളിലോട്ട് കയറിയതാണ് കേട്ടോ. 2 മണിവരെ നിൽക്കാതെ ഞങ്ങൾ പണിയെടുത്ത് അത്രയും നേരം കൊണ്ട് നമ്മുടെ വീട് കംപ്ലീറ്റ് മുകളിൽ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനിയും പണി തീർന്നിട്ടില്ല. പണിക്കാർ ഇങ്ങനെ വരാനായിട്ട് ഈ ഒരു ചെറിയ പണിക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല. കാരണം 2 സ്ഥലത്തൊരു പാച്ച് വർക്ക് ഉണ്ട്, അത് ചെയ്യണം. അതന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും പൊളിഞ്ഞടർന്ന് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് വീണ്ടും പാച്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയാണ് അതവിടെ അങ്ങനെ ചെയ്യാതെ കിടക്കുന്നത്. അപ്പോൾ ആ
ഒരു പാച്ച് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അത് പാച്ച് അവിടെ ക്ലീൻ ഇത് വൈറ്റ് വാഷ് ചെയ്തിട്ട് പിന്നെ ആ ഒരു ഏരിയ മൊത്തത്തിൽ ചെയ്യണം. അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞു, ഒരു ചെറിയൊരു സാധനം മാത്രമായിട്ട് പപ്പക്ക് അത് ചെയ്യാനല്ല വേണമെങ്കിൽ അവരെ വരുത്തണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു അവിടെ മാത്രമായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കാണിക്കും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തത്തിൽ ആ ഒരു വോളിങ്ങനെ അടിച്ച് ഒരു ഫിനിഷിങ് ആക്കണം. അത് എനിക്ക് പറ്റൂല, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ അത് ഇത്രയും പൈസ കൊടുത്ത് ചെയ്യിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ചെയ്ത് വൃത്തികേടാക്കണ്ടല്ല. അതവിടെ കിടക്കട്ടെ, അവർ വന്ന് സമയം കിട്ടുമ്പോൾ വന്ന് ചെയ്തിട്ട് ചെറിയൊരു പണി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, ബാക്കിയുള്ളതെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ഈ പൊടികളെല്ലാം ഇങ്ങനെ തന്നെ അവർ വരെ ഇട്ടേക്കുണ്ടല്ലോ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചില്ല, ഇപ്പോൾ റൈ നിൽക്കുന്ന ജനലിൻ്റെ മുകളിലൊരു പാടില്ല, അത് നേരത്തെ ഞാൻ കാണിച്ചു, അതാണ് ചെയ്യാൻ ബാക്കിയുള്ളത്. പക്ഷെ അവിടുത്തെ ആ ഒരു ഒറ്റ വാൾ കംപ്ലീറ്റ് അത് ഫിനിഷിങ് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് പപ്പ അത് ചെയ്യാത്തത്. ബാക്കി വേറെ ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ കർട്ടൻ്റെ ഓർഡറൊക്കെ കൊടുക്കും. അപ്പോൾ എല്ലായിടത്തും കർട്ടനുകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കാര്യം കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഏറ്റവും അവസാനം മാത്രം ബാത്റൂം ഫിറ്റിങ്സും മേടിക്കുകയുള്ളൂ. അത് കൂടി വെച്ച് കഴിഞ്ഞ് അവൻ്റെ ബാത്റൂമിൻ്റെ ഡോറ് കൂടിയിട്ട് അങ്ങോട്ട് പുതിയത് വെക്കണം. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പണികളൊന്നുമില്ല, ഒരുവിധം എല്ലാം ഒതുങ്ങി. പിന്നെ നമ്മളുടെ കല്യാണ ഡ്രസ്സുകൾ ഓരോരുത്തർ ഇടേണ്ട ഡ്രസ്സുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയാകുമെന്ന് തോന്നണം. നമുക്ക് ആദ്യമായിട്ടൊരു കല്യാണമല്ലേ നമ്മുടെ വീട്ടിൽ നടത്തുന്നത്, എക്സ്പീരിയൻസ് ആയിട്ടില്ല. വേറെ ആളുകളുടെ കല്യാണങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കങ്ങനെ കൂടാൻ പോയിട്ടേ ഉള്ളൂ. നമ്മൾ ആരുടെയും കല്യാണങ്ങളൊന്നും അങ്ങനെ നടത്തിയിട്ടൊന്നുമില്ല. കാരണം ഞാനും എൻ്റെ വീട്ടിലെ ഇളയതാണ്. പിന്നെ പപ്പയുടെ വീട്ടിൽ പപ്പയുടെ പെങ്ങളുടെ കല്യാണം എന്ന് പറയുമ്പോൾ പപ്പ ഷിപ്പിലാണ്. കല്യാണത്തിന് 2 ദിവസം മുമ്പാണ് പപ്പ ഷിപ്പിൽ നിന്ന് വന്നത്. അതുകൊണ്ട് പപ്പക്ക് അതും കണ്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ എനിക്കും എക്സ്പീരിയൻസ് ഇല്ല, പപ്പക്കും എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെ പപ്പ ചൂട് കൂടിക്കഴിയുമ്പോഴത്തേക്കും പപ്പയുടെ ഷോർട്സ് മാറ്റി തോർത്തെടുത്തതാണ്. കാരണം പപ്പക്ക് നിൽക്കാൻ പറ്റൂല, അത്രയും ചൂട് കൂടുതലാണ്. എല്ലാവരെക്കാട്ടും ചൂട് പപ്പക്കാണെന്ന് തോന്നുന്നത്. ഇവിടെ റയനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ആള് 2 ഫാൻ വെച്ചിട്ടാണ് കിടക്കണത്. റിച്ചാർഡാണെന്നെങ്കിൽ 2 ഫാൻ വെച്ചിട്ടല്ലേ കിടക്കുക. അപ്പോൾ പപ്പ പറയുന്നുണ്ട്, ഇവിടെ മുകളിൽ 2 മുറിയിൽ AC ഉണ്ട്, നിനക്ക് അവിടെ വന്ന് കിടന്നൂടെ എന്ന് പപ്പ പറയുന്നുണ്ട്. 2 മുറിയിലും കട്ടിലും കിടക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത്, ഇല്ല ചൂടാണെന്നുണ്ടെങ്കിലും എനിക്ക് ഇങ്ങനെ കിടക്കണതാണ് ഇഷ്ടമെന്ന്, AC കിടക്കണമെന്നും ഇഷ്ടമല്ല, എനിക്കിങ്ങനെ 2 ഫാൻ വെച്ചാലും കുഴപ്പമില്ല, എനിക്ക് ഇവിടെ കിടന്നാൽ മതി. റിച്ചാർഡ് തന്നെയാണ്, എനിക്കിവിടെ തന്നെ കിടന്നാൽ മതി, ഞാൻ 2 ഫാൻ വെച്ച് കിടന്നോളാം, എപ്പോഴും പറഞ്ഞത് അതാ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് റയനും. ഇപ്പോൾ ഇവിടെ സുഖമായിട്ട് കിടക്കാം, അവിടെ AC ഒക്കെ എല്ലാം വെച്ച് കഴിഞ്ഞ് സുഖമായിട്ട് കിടക്കാം, പക്ഷേ ആൾക്ക് വേണ്ട. അപ്പോൾ അങ്ങനെ ഭയങ്കര ചൂടൊക്കെയാണ്. അപ്പം നമ്മൾ ദിവാൻ കൊട്ടൊക്കെ എടുത്ത് ഞാൻ റയനും കൂടി പൊക്കിയെടുത്ത് പുറത്ത് കൊണ്ടുവന്ന് അതിൻ്റെ വിരിപ്പൊക്കെ മാറ്റി പുതിയ വിരിപ്പൊക്കെ ഇട്ട് ദിവാൻ കൊട്ടും എല്ലാം വാക്വം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു എന്താ ആ കുഷ്യൻ്റെ കവറുകളും കുഷ്യൻ്റെ ഇത് വിരിപ്പുകളും എല്ലാം അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അത് വൈകുന്നേരം തന്നെ ഞാൻ വാഷ് ചെയ്ത് കൊണ്ടുവന്ന് ഇടുകയും ചെയ്തിട്ട് അത് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ കാരണം ആകെ ടയേർഡായി, പപ്പയൊക്കെ നട്ട് ഒടിഞ്ഞിരിക്കണേണ്, ഭയങ്കര നടുവേനൊക്കെയാണ് പപ്പക്ക്, ജോലികൾ ചെയ്ത് ഒത്തിരി. പപ്പ പറയുന്നുണ്ട് കല്യാണത്തോട് കൂടി ഏതായാലും എൻ്റെ കാര്യം തീരുമെന്നാണ് തോന്നണതെന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത്രയും ഓട്ടവും ജോലികളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പണി എല്ലാം ചെയ്ത് തീർത്ത് താഴെ വന്ന് ഫുഡെല്ലാം കഴിച്ച് റെസ്റ്റ് ചെയ്യണ സമയത്ത് എനിക്ക് അടക്കാനാവാത്ത, എനിക്ക് ഈ ഫലൂദയുടെ അടുത്തുള്ള ഒരു ക്രേവിങ് എന്ന് പറയുന്നത് ഈ കുട്ടികൾ ഫലൂദ നാഷണലിൽ കൊണ്ടുപോയി ഫലൂദ കഴിപ്പിച്ചതിന് ശേഷമാണ്. അത്രയും ടേസ്റ്റായിരുന്നു. പണ്ട് ഫലൂദ നമ്മൾ ഈ പുറത്ത് ഇങ്ങനെ ഐസ്ക്രീം കാരുടെ അടുത്ത് നിന്നൊക്കെ മേടിക്കില്ല, അതാണ് ഈ ഫലൂദ എന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്ന ഒരു സാധനം. പക്ഷേ ഈ ഫലൂദ നാഷണലിൽ ചെന്നപ്പോഴാണ് ഫലൂദ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു ക്രേവിങ് എന്ന് പറയുന്നതാണ് ഈ ഒരു ഫലൂദയുടെ ഈ ഒരു പ്രശ്നം. അത് കഴിക്കണം എന്നുള്ള ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവും. പക്ഷേ എപ്പോഴും നമുക്ക് മധുരം അധികം കഴിക്കണത് നല്ലതല്ല എന്ന് വിചാരിച്ചിട്ട് മധുരത്തിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തോമ്പടി പോയപ്പോഴും റയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മി ഫലൂദ നാഷണലിൽ കയറാം, മമ്മി ഫലൂദ കഴിക്കും, മമ്മിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, പിന്നെ എന്തിനാണ് വേണ്ടെന്ന് വെക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടാ സമയമാകുമ്പോൾ ഞാൻ പറയാം, അപ്പം തന്നാൽ മതി. ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൊതി വന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതാ, അവൻ ഏതാണ്ട് കാത്തു നിൽക്കണ പോലെയാണ്. ഇതൊന്ന് പറഞ്ഞ് കിട്ടിയിട്ട് ഉടൻ മേടിച്ചു കൊടുക്കണം. അപ്പം തന്നെ അവൻ ഓർഡർ ചെയ്ത് ഫലൂദ വരുത്തി. അപ്പോൾ പപ്പയുടെ അടുത്ത് ചോദിച്ച് പപ്പക്കും കൂടി എടുക്കട്ടെ ഒരെണ്ണം ഓർഡർ ചെയ്യട്ടെ, ചെയ്തോ എന്ന് പറഞ്ഞിട്ടാ. അല്ലെന്നുണ്ടെങ്കിൽ പപ്പ ചിലപ്പോൾ കഴിച്ചെന്ന് വരൂല കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ പപ്പക്കൊരു റെയിൻബോ ഫലൂദയും എനിക്കൊരെണ്ണം ഇത് ബട്ടർ സ്കോച്ചിൻ്റെ ഫലൂദയും, സാധാരണ മാംഗോൻ്റെ ഫലൂദയാണ് കഴിക്കാറ്. അപ്പോൾ അവൻ പറയും ഒന്ന് ടേസ്റ്റ് മാറ്റി പിടിക്കും മമ്മി എന്ന് പറഞ്ഞിട്ട് ഇത് മേടിച്ചേട്ടാ.
അപ്പോൾ ഈ ഫലൂദ നമുക്ക് വീട്ടിൽ വരുത്തുമ്പോൾ ഇത്തിരി പൈസ കൂടുതലാണെന്നാണ് തോന്നുന്നത്. 500 രൂപയ്ക്ക് മുകളിലായി 2 വരുത്തിയപ്പോൾ. നമ്മൾ അവിടെ ചെന്ന് കഴിക്കണമെങ്കിൽ ഇത് കുറേ കൂടി ബെറ്ററായിട്ട് നമുക്ക് കഴിക്കാം. കാരണം ഒട്ടും തന്നെ മെൽറ്റായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വന്ന വഴിക്ക് തന്നെ കുറച്ചൊക്കെ മെൽറ്റായി പോയിട്ടുണ്ട്. അപ്പോൾ എങ്കിലും ഭയങ്കര സന്തോഷം, ഭയങ്കര സാറ്റിസ്ഫാക്ഷനായിരുന്നു അത് കഴിച്ചപ്പോൾ കിട്ടിയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ രാത്രി ഞാൻ നടക്കാൻ പോയപ്പോഴത്തേക്കും നമ്മളുടെ ബിന്ദു സിസ്റ്ററിൻ്റെ ഫോൺ വന്നിട്ട് അതിൽ ഒരു മണിക്കൂറോളം സംസാരിച്ച്, 3/4 മണിക്കൂർ എൻ്റെ നടപ്പ് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടും സംസാരിച്ച് തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രെയർ കഴിഞ്ഞിട്ടാണ് നടക്കാൻ പോയിട്ട്, ഇപ്പം മിക്കവാറും 6:45 പ്രെയർ ചൊല്ലും കേട്ടോ. അപ്പോഴേക്കും എനിക്ക് നടക്കാനും പോകാം, എല്ലാം കൊണ്ടും സമാധാനം. അപ്പോൾ അങ്ങനെ ഉടുപ്പ് മാറാനുള്ള നേരം അതുകൊണ്ട് കിട്ടിയില്ല, ഈ സംസാരിച്ചങ്ങനെ ഇരുന്നത് കൊണ്ട്. അങ്ങനെ ബിന്ദു സിസ്റ്ററിൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം സാറ്റ്നമോളുടെ മമ്മിനെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഉടുപ്പ് മാറാനും കുളിക്കാനുള്ള നേരം കിട്ടിയില്ല, പെട്ടെന്ന് തന്നെ ഊണ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് വേഗം ഞാൻ 2 മുട്ട ഇത്തിരി ഉള്ളി എല്ലാം കൂടി ചേർത്ത് നമ്മുടെ ചോപ്പറിലിട്ടൊന്ന് അടിച്ച് വേഗം തന്നെ ഒരു ഓംലെറ്റ് അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോൾ ഓംലെറ്റും ഇത്തിരി മീൻ കറി ഉള്ളതും കൂടി പപ്പക്ക് കൊടുക്കുക, എനിക്ക് ഈ ഓംലെറ്റും കൂട്ടി കഴിക്കുക. ചിക്കൻ കറി റയൻ കഴിച്ചോളും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ റെഡിയായി. അപ്പോൾ ഇനി എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് തന്നെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം. താങ്ക്